ആ ഓട്ടോയിൽ വന്ന് 2-3 പ്രാവശ്യം ഓട്ടം വിളിച്ചായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് നമുക്കൊരു വീട് വാടകയ്ക്ക് വേണമെന്ന് അവരാവശ്യപ്പെട്ടു. ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചാൽ ഞാനവിടെ ചെന്നിരുന്നു. അന്ന് ഞാൻ സിയോട് തന്നെ ചോദിച്ചു, ആ തറ കണ്ടത് ആരെങ്കിലും തല്ലിപ്പറ്റി താത്ത ലക്ഷണം ഉണ്ടല്ലോ സാറേ. നമ്മളിപ്പം ഉള്ളത് ഈ നിതീഷും അതുപോലെ തന്നെ വിഷ്ണുവുമൊക്കെ വാടക വീട് എടുത്തിരിക്കുന്നതിന് തൊട്ട് അടുത്തുള്ള ഒരു വീട്ടിലാണ്. ഇവർ മുഖേനയായിരുന്നു, ഇവരെ ബന്ധപ്പെട്ടായിരുന്നു ഈ വീട് ഇവർ തരപ്പെടുത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ചേട്ടൻ നമ്മോടൊപ്പമുണ്ട്. പേരെങ്ങനെയായിട്ട്? പേര് ബാബു. എങ്ങനെയാണ് ഇവർ ഈ ചേട്ടനുമായിട്ട് ബന്ധപ്പെടുന്നത്? ഞാനുമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ ഒരു സുഹൃത്താണ്, ഒരു ഓട്ടോക്കാരനാണ്, സജി, ഏഞ്ചൽ സജി എന്ന് പറയും. ആ ഓട്ടോയിൽ വന്ന് 2-3 പ്രാവശ്യം ഓട്ടം വിളിച്ചായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് നമുക്കൊരു വീട് വാടകയ്ക്ക് വേണമെന്ന് അവരാവശ്യപ്പെട്ടു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ചേച്ചിയായിട്ട് എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ അയൽവക്കമാണ്, 10-15 വർഷമായിട്ട് പരിചയമുള്ള. അവരുടെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സജിയോട് ഞാൻ പറഞ്ഞു, എടാ ഇന്നുപോലെ നമ്മുടെ തൊട്ടപ്പുറം ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബന്ധപ്പെട്ട് ഇവരുമായിട്ട് അറേഞ്ച് ചെയ്തു. വാടകയ്ക്ക് കൊടുക്കാമെന്ന ചേച്ചിയും പറഞ്ഞു. കട്ടപ്പന പോയി വിജയൻ എന്ന പേരുടെ പേരിൽ തന്നെയാണ് വാടകയ്ക്ക് എഴുതിയത്. ഇവർ എന്ത് പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് വന്നത്? അവരുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കട്ടപ്പനയ്ക്ക് അടുത്തങ്ങാണ്ട് താമസിക്കുക, സാഗരയുടെ അടുത്ത ഭാഗത്താണ് താമസിക്കുക. അവിടെ സൗകര്യക്കുറവാണ് എന്നും പറഞ്ഞാണ് വീട് അന്വേഷിച്ചത്. മറ്റേ ഒരാൾ IT എങ്ങാണ്ട ജോലി, പെങ്ങൾ കാനഡ ബാങ്കിലെങ്ങാണ്ട ജോലി. പിന്നെ മറ്റേ ഇപ്പോഴത്തെ 1-ാം പ്രതിയായിരിക്കുന്നവന് അവൻ്റെ അപ്പൻ DSP ആണെന്ന് വരെയാണ് പറഞ്ഞിരുന്നത്. അവൻ്റെ ജോലി എന്തായിരുന്നു? അവനോ? അവൻ്റെ ജോലി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലും അവന് IT വകുപ്പിൽ എന്തോ ജോലിയാണെന്നാണ് പറഞ്ഞു. ഇവിടെ ഇല്ലാത്ത ആളാണ്, ഇടയ്ക്കൊക്കെ വരുള്ളൂ. ഈ വിജയൻ എന്ന് പറഞ്ഞ ആടെ പെങ്ങളുടെ മകനാണെന്നാണ് പരിചയപ്പെടുത്തിയത്. ഈ സ്ത്രീകളുള്ള കാര്യം പറഞ്ഞിരുന്നു? പറഞ്ഞിട്ട് അവർ കുടുംബമായിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ പെങ്ങളുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. അമ്മ അച്ഛന് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പിന്നീട് അവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അവിചാരമായിട്ട് വഴിയെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് എല്ലാവരും. അതിനുശേഷം ഈ സംഭവം നടക്കുമ്പോഴാണ് അറിയുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്നിരുന്നു. അന്ന് പോലീസ് വന്ന് ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ ചെന്നിരുന്നു. അന്ന് ഞാൻ സിയോട് തന്നെ ചോദിച്ചു, ആ തറ കണ്ടത് ആരെങ്കിലും തല്ലിപ്പറ്റി താത്ത ലക്ഷണം ഉണ്ടല്ലോ സാറേ എന്ന്. അപ്പോൾ സാറ് തന്നെ എന്നോട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ല, ഞങ്ങളുടെ കേസിനെ ബാധിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അന്ന് തന്നെ എനിക്കറിയായിരുന്നു ഇത് ഓക്കെയാണെന്നുള്ളത്. എന്തായിരുന്നാലും അത്തരത്തിലാണ് വലിയ ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നാട്ടുകാരിൽ നിന്ന് മറച്ചുവെക്കുവാൻ വളരെ ബോധപൂർവമായ ശ്രമം ഈ നിതീഷും ഒപ്പം തന്നെ വിഷ്ണുവും ആ കുടുംബവും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അമ്മയും സഹോദരിയും ഉള്ളത് മറച്ചുവെക്കാൻ വളരെയധികം ശ്രമം നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.